നമുക്ക് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓരോ പ്രശ്നത്തിനും പരിഹാരമായിട്ട് നമ്മൾ അവസാനം എന്താ നിൽക്കുന്നത്, എന്തുവാ, ആത്മഹത്യ. അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാളെയും ബേസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ അവസാനഘട്ടം അങ്ങനെ പോകും. അല്ലെങ്കിൽ ഒരു പ്രശ്നം വേണ്ടെന്നും പറഞ്ഞ് ഒതുങ്ങി നിൽക്കും. പക്ഷേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, നമ്മൾ പ്രശ്നങ്ങളെ ഭയന്ന് ഓടുമ്പോൾ ഉറുമ്പിനെ പേടിച്ചോടുന്നവന് തവള, തവളനെ കണ്ട് ഭയന്നോടുന്നവന് പാമ്പ്, പാമ്പിനെ കണ്ട് ഭയന്നോടുന്നവന് പൂച്ച, പൂച്ചേനെ കണ്ട് ഭയന്നോടുന്നത് അതിനേക്കാളും വലിയ ജീവികൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച് നേരിടുക. ആലയിൽ കിടക്കുന്ന ഇരുമ്പ് പോലെ. ആ ഇരുമ്പ് എത്ര അടിക്കാനും അത് ചില ഇരുമ്പുകൾ അവിടെ ഉരുകിത്തീരും. ആ തീക്കനൽ എന്താ താങ്ങാൻ പറ്റാതെ. പക്ഷേ ആ തീക്കനലൊക്കെ നേരിട്ട് കൊല്ലൻ്റെ അടിയും കൊണ്ട് വെള്ളത്തിൽ മുക്കി ഒരാൾ തിരിച്ചു വരും. ആയുധം അതെന്തിനേയും നേരിടാൻ പറ്റും, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതേപോലെയാണ് ജീവിതവും. നമ്മളെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ നേരിടണം. കാരണം ഒരു പ്രശ്നം നേരിട്ട് കഴിയുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും, പിന്നെ ഒരു ഓട്ടോമാറ്റിക്കൊരു ധൈര്യം കിട്ടും, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാൻ പറ്റും. പക്ഷേ ഭയന്ന് നമ്മൾ തല കുനിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ആ തല നമുക്ക് ഉയർത്താൻ പറ്റുകയില്ല. നമ്മളെ അടിച്ചു താഴ്ത്താനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും, ബലഹീനനെ താഴ്ത്താനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ധൈര്യമായിട്ട് നമ്മളൊന്ന് നേരിട്ട് നോക്കിക്കേ, പതുക്കെ എല്ലാവരും നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കും. കാരണം എത്രത്തോളം നമ്മൾ സൈലൻ്റായി പോകുന്നോ അത്രത്തോളം നമ്മളെ തരം താഴ്ത്താൻ നോക്കും. അപ്പം ജീവിതത്തിൽ പ്രശ്നങ്ങളെ രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ച് അതിനേക്കാൾ ഇരട്ടിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം ജീവിതത്തിൽ എങ്ങും എത്തിയില്ലെന്നുള്ള ചിന്തയുണ്ടെങ്കിലും നാളെ നമുക്ക് വേണ്ടി നല്ലൊരു വഴി കാണിക്കുകയും ചെയ്യും.